കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവോധന കേൾവിക്കായി സ്വർഗം ഒരുക്കിയിരിക്കുന്ന അസുലഭ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്നത് കഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും കണക്കെഴുതി വയ്ക്കാനല്ല, ജീവിച്ച് ജയിപ്പാനാണ്. ഇന്നും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപ ആവോളം ആസ്വദിച്ചനുഭവിപ്പാൻ ഈ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തൻ കനിവാർന്ന് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹാദരവോടെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനെയും വീണ്ടെടുപ്പുകാരനെയും മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവകൃപയ്ക്കൊത്തവണ്ണം നമ്മെ ബോധിപ്പിക്കുവാൻ, നമ്മെ അറിയിക്കുവാൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന തിരുവചന സൂക്തം വായിച്ചുകൊണ്ട് അതിനകത്തുള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്മീയ ആഴം പരിശുദ്ധാത്മ നിയോഗത്തോടെ എൻ്റെ അധരങ്ങളിൽ നിന്ന് വാക്കുകളായും അക്ഷരങ്ങളായും ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കർത്തൃകൃപ ചോദിച്ചുകൊണ്ട് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 77-ാമത് വാക്യം ഒന്നോടെ പറയുന്നു. ലൂക്കോസ് 1:77. നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനായി നീ അവന് മുമ്പായി നടക്കും. ഞാൻ ആ വാക്യം ഒന്നോടെ ആവർത്തിക്കുന്നു. നീ അവന് മുമ്പായി നടക്കും. യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തിങ്കൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന അപ്പനായിരിക്കുന്ന സക്കറിയാവ് അരുളി ചെയ്യുന്നതാണ് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. തനിക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകൻ ആരായിത്തീരുമെന്നുള്ളതിനെക്കുറിച്ച് അത്യുന്നതനായ ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊടുത്ത കാഴ്ചപ്പാട് തൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും നോക്കി നിൽക്കവേ അവരുടെ മധ്യത്തിൽ പരസ്യമായി പറയാൻ മടി കാണിക്കാതിരുന്ന അപ്പനാണ് സക്കറിയാവ്. പല അപ്പന്മാരും മക്കളെക്കുറിച്ച് അവരാരാകും, അവരെന്താകും, എങ്ങനെയാകുമെന്ന് ആരോടും പറയാറില്ല, ആരുടെയും കേൾക്കുകയും പറയാറില്ല, മനസ്സിൽ പോലും വിചാരിക്കാനുണ്ടോയെന്നറിയില്ല. ഞാനൊരു സതുപദേശം പറയാം. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളെങ്ങനെ കാണുന്നോ, നിങ്ങളെന്ത് പറയുന്നോ, നിങ്ങളെന്ത് പ്രവചിക്കുന്നോ അതായിരിക്കും നിങ്ങളുടെ മക്കൾ. സക്കറിയാവ് അതിന് മാതൃകയാണ്. വാർദ്ധക്യത്തിൽ വാഗ്ദത്തമായി പ്രാർത്ഥനയുടെ മറുപടിയായി ജനിച്ച യോഹന്നാൻ എന്ന സന്തതിക്ക് പേരിട്ടനന്തരം പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ സക്കറിയാവ് ഒരു പ്രവചന പരമ്പര തന്നെ മകനെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ 77-ാമത്തെ വാക്യത്തിനകത്തെ ഒരു വാചകം മാത്രം ഞാൻ പുറത്തേക്കെടുക്കുന്നു. ആ വാചകം ഇങ്ങനെയാണ്: പലർക്കും രക്ഷാപരിജ്ഞാനം കൊടുക്കുവാൻ നീ അവന് മുമ്പായി നടക്കും. യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് വരുംകാലത്തേക്ക് അപ്പം പറയുകയാണ്, നീ എല്ലാവരുടെയും പുറകെ ഇങ്ങനെ നടന്നോടാ എന്നല്ല. പല അമ്മമാരും പല അപ്പന്മാരും പറയുന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ ഗതികേടിൻ്റെ കാലത്ത് എന്നെ എൻ്റെ അനിയനോട് എൻ്റെ അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ വല്ലവരുടെയും പുറകെ നടന്ന് തീരുവല്ലടാ, പുറകെ നടന്നോടാ എന്നുള്ള വാക്ക്. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് തിരിച്ചിട്ട് കേട്ടോ. നിങ്ങൾ പലരും അറിയുന്നത് പോലെ നമ്മളെ ദൈവമായ കർത്താവ് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ദൈവവിളിയും അഭിഷേകവും സ്വർഗീയ കാഴ്ചപ്പാടും ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധവും സർവശക്തനായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആരാണ്ടരെയൊക്കെ പുറകെ വാലും ചുരുട്ടി നടക്കാനല്ല. ഞാൻ ആ പറയുന്ന വാക്ക് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്വർഗം നമ്മുടെ പിള്ളേരെ കണ്ടിരിക്കുന്നത് പലരുടെയും മുമ്പിൽ നടക്കാനാണ്, പലതിൻ്റെയും മുമ്പിൽ നടക്കാനാണ്. ഒന്നിൻ്റെയും പുറകിൽ ഇങ്ങനെ ക്യൂവിൽ നിന്ന് എന്നെങ്കിലും ഒരു കാലത്ത് ഗതി കിട്ടുമെന്നോർത്ത് പിന്നാലെ നടക്കാനല്ല. സ്വർഗസ്ഥനായ ദൈവം നിന്നെ പലരുടെയും മുമ്പിൽ നടക്കാൻ കണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ പുറകിൽ കിടക്കാതെ മുമ്പിലേക്ക് കയറുക. നിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കുക. നീ ഇങ്ങനെ എല്ലാവരുടെയും പുറകിലേക്ക് ഒതുങ്ങാതെ, പുറകിലേക്ക് പോകാതെ, എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിളി മുമ്പിൽ നടക്കാനാണ്. ഒരു വലിയ ക്യൂ നീ കാണുവാണെങ്കിൽ ആത്മാവിൽ പറയണം, എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും ഇതിൻ്റെ ഏറ്റവും പുറകിൽ സ്ഥാനം പിടിക്കുന്നല്ല,
ഇതിൻ്റെ മുമ്പിൽ ദൈവം എന്നെ കൊണ്ടുവരും. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തെ, നിങ്ങൾ ജോലിക്കോ മറ്റെന്തിനോ കാര്യത്തിന് വേണ്ടി പ്രിൻ്റ് ചെയ്തിട്ടിരിക്കുന്ന ലിസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിലെവിടെയെങ്കിലും ഞാൻ കാണുമോ, അതിൻ്റെ ഏറ്റവും ചോട്ടിൽ ഞാൻ കാണുമെന്നല്ല. എൻ്റെ കുഞ്ഞെല്ലാത്തിൻ്റെയും തലപ്പത്ത് കാണുമെന്ന് കാണാൻ ഒരപ്പന് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് കഴിഞ്ഞാൽ, ആ സന്തതിയെ മുമ്പിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. യഹൂദ ജനതയിൽ പൗരോഹിത്യ പശ്ചാത്തലത്തിൽ ഒത്തിരി പേര് നിൽക്കുമ്പോൾ യോഹന്നാൻ വാർദ്ധക്യത്തിൽ ജനിച്ചവനാണ്. എല്ലാവരുടെയും കാല് പിടിച്ച് നടന്നവനല്ല. എൻ്റെ അച്ചാച്ച എനിക്കവിടെ ഒരു ചാൻസ് താ, 10 മിനിറ്റ് എനിക്കും കൂടി താന്നും പറഞ്ഞുകൊണ്ട് നടന്നതല്ല. എൻ്റെ അപ്പൻ പുരോഹിതനാണെന്നും പറഞ്ഞ് ആരുടെയും കെയർ ഓഫിൽ സ്വോത്രം നടന്നതല്ല. പിന്നെയോ മരുഭൂമിയിൽ പോയി ഒറ്റപ്പെട്ട് ജീവിച്ചവനാ. പക്ഷെ അപ്പൻ പറഞ്ഞിരുന്നു, എടാ മോനെ, നീ വളർന്നു വരുമ്പോൾ നീ എല്ലാവരുടെയും മുമ്പിൽ കയറൂടാ, നീ പലർക്കും മുമ്പിൽ നടക്കുമെന്ന് അപ്പൻ പറഞ്ഞിരുന്നത് സ്വർഗത്തിലെ ദൈവം തക്ക സമയമായപ്പോൾ മരുഭൂമിയിലേക്ക് ഉൾവലിഞ്ഞവനെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് യഹൂദന്മാരുടെ മുമ്പിലൂടെ നടക്കാൻ സ്വർഗമിടയാക്കി. ഞാൻ വീണ്ടും പറയുന്നു, നീ നിന്നെക്കുറിച്ച് കാണുന്നത്, നിന്റെ മക്കളെക്കുറിച്ച് കാണുന്നത് എങ്ങനാണോ അതുപോലെ ഇരിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അമ്മമാർ കണ്ടേ, അപ്പന്മാർ കണ്ടേ, ഇവർ ഞങ്ങളുടെ ചാർച്ചയിലെ ഏറ്റവും പുറകിൽ. എന്നെങ്കിലും ഒരു തൊഴിൽ കിട്ടുമായിരിക്കും, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമായിരിക്കും, ആരെങ്കിലും ഇവളെ കെട്ടിക്കൊണ്ടുപോകാൻ വരുമായിരിക്കും എന്നല്ല. ഇവളുടെ മുമ്പിൽ, ഇവൾ പലതിൻ്റെയും മുമ്പിൽ നടക്കും, ഇവൻ പലതിൻ്റെയും മുമ്പിൽ നടക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുക. അതല്ല വാസ്തവത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ മുൻപിൽ നടക്കാൻ മുന്നടക്കുന്നവരായി ചിലരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, മോളായിരിക്കാം, ആരുമായിരിക്കാം. നിങ്ങളെ ചിലർക്ക് രക്ഷാ പരിജ്ഞാനം കൊടുക്കാൻ ചുമ്മാ ഉന്തിത്തള്ളി എല്ലാവരുടെയും മുമ്പിൽ കല്യാണത്തിന് റിസപ്ഷൻ ഹാളിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി ആദ്യം തിന്നാൻ വേണ്ടി തള്ളിക്കയറുന്നത് പോലെ പിണങ്ങരുതേ. വാക്ക് കട്ടിയായാലും ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കണം. അങ്ങനെ മുമ്പിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി നിൽക്കുന്നതല്ല പറയുന്നത്. ഈ മുന്നടക്കുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഒത്തിരി പേർക്ക് രക്ഷ കൊടുക്കാൻ പറ്റില്ല, രക്ഷാ പരിജ്ഞാനം കൊടുക്കാൻ പറ്റും. രക്ഷ കൊടുക്കുന്ന ദൈവമാണ്, രക്ഷ കൊടുക്കുന്ന കർത്താവാണ്, രക്ഷ കൊടുക്കുന്ന വീണ്ടെടുപ്പുകാരനാണ്, രക്ഷ കൊടുക്കുന്ന രക്ഷകനാണ്. പക്ഷെ നിങ്ങൾ മുമ്പിൽ നടന്നാൽ നിങ്ങളുടെ വീട്ടിൽ ചിലർക്ക് രക്ഷാ പരിജ്ഞാനം കൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ദൈവം വിളിച്ചതാണ്. നിങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ വീട്ടിലെ ആദ്യമായി വിളിച്ചതാണ്. ഇന്നേക്ക് 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, 12 വർഷം മുമ്പ് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്ന നിങ്ങളെ ഒന്ന് തിരിച്ചറിഞ്ഞേ. നിങ്ങളെ ദൈവം മുമ്പിൽ നടക്കാൻ വിളിച്ചു. നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ, നിങ്ങളുടെ ഭാര്യ വീട്ടുകാരുടെ, നിങ്ങളുടെ ചാർച്ചക്കാരുടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ നടക്കാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വിളിച്ചു. എന്തിനാണ് നിങ്ങൾ മുമ്പിൽ നടക്കുന്നത്? ആരാണ്ടൊക്കെ ഞാൻ തോൽപ്പിച്ചെന്ന് പറയാനല്ല. നീ പുറകെ നടക്കുക, ഞാൻ മുമ്പിൽ നടക്കാമെന്നും പറഞ്ഞോണ്ട് ഒരു അഹങ്കാര ധ്വനിയിലല്ല. എപ്പോഴും ഓർത്തോളണം, എൻ്റെ ദൈവം എന്നെ ഒരു ചുവട് മുമ്പിൽ നടത്തുന്നത് എൻ്റെ പുറകിൽ വരുന്നവർക്ക് രക്ഷാ പരിജ്ഞാനം കൊടുക്കാനാണ്. നിൻ്റെ വീട്ടിൽ രക്ഷിക്കപ്പെടാനുള്ളവരുണ്ടോ? നിൻ്റെ യേശുവിനെ നന്നായി മനസ്സിലാക്കാത്തവരുണ്ടോ? നാളുകളായി കർത്താവിനെ അറിയാം, വേദപുസ്തകവും വായിക്കുന്നുണ്ട്, നിന്നെ യോഗത്തിനെല്ലാം പോകാൻ അനുവദിക്കും, എവിടെയെങ്കിലുമൊക്കെ യോഗത്തിന് കൊണ്ടാക്കും. പക്ഷെ അങ്ങേർക്ക് ഇതുവരെ രക്ഷാ പരിജ്ഞാനം ലഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഞങ്ങളെ ആരെയും കൂട്ടുപിടിക്കണ്ട കേട്ടോ. മുമ്പിൽ ശരിക്കും അങ്ങ് ജീവിച്ചോ. കർത്താവിനെ കൂട്ടുപിടിച്ച് എൻ്റെ പൊന്നമ്മമ്മ, എൻ്റെ പൊന്നു ചേട്ടായി, നിങ്ങളങ്ങ് മുമ്പിൽ ശരിക്കും നിങ്ങളുടെ അപ്പനും അമ്മയും ഭാര്യയൊക്കെ വരും. നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങളെ മുമ്പിൽ നടക്കാൻ വിളിച്ചതാണെന്ന് വിശ്വസിക്ക്. നിങ്ങളങ്ങ് മുമ്പിൽ നടക്ക്. നിങ്ങളുടെ പുറകെ നിൽക്കുന്നവർക്ക് രക്ഷാ പരിജ്ഞാനം നിങ്ങളിലൂടെ ദൈവം കൊടുക്കും. യോഹന്നാനെ, പുറകോട്ട് മാറി നിൽക്കരുത് കേട്ടോ. ആരും കാണാതെ പമ്മിക്കൂടി നിൽക്കരുത്, ഒളിച്ചും പാത്തും ജീവിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിൻ്റെ മോളുടെ മുമ്പിൽ, നിൻ്റെ മരുമകൻ്റെ മുമ്പിൽ, നിന്റെ ചേട്ടൻ്റെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? എൻ്റെ കർത്താവ് എല്ലാവരേക്കാൾ അധികം വെളിച്ചവും വെളിപ്പാടും തന്നത് എന്തിനാണെന്നറിയാമോ? അവരുടെ മുമ്പിൽ നടക്കാനാണ്. നീ ഇങ്ങനെ കൊട്ടച്ചോട്ടിലെ താറാവിനെ പോലെ, കോഴിക്കുഞ്ഞിനെ പോലെ ഒതുങ്ങിയാൽ എങ്ങനെ അവർക്ക് രക്ഷാപരിജ്ഞാനം കിട്ടും? നീ കർത്താവിനെ അറിഞ്ഞെങ്കിൽ, നീ കൽപ്പന അനുസരിച്ചെങ്കിൽ, നീ ഒന്ന് മുമ്പിൽ നടക്ക്. നീ നെഞ്ചു വിരിച്ച് മുമ്പിൽ വാ. നീ ദൈവത്തിന്റെ ആളാന്ന് പറ. നീ കർത്താവിന്റെ മുമ്പിൽ വഴിയൊരുക്കി നടക്ക്. അപ്പോൾ നിന്റെ ചാർച്ചയിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒരു പറ്റം ആളുകൾക്ക് രക്ഷാ പരിജ്ഞാനം കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം
നിന്നെ മുമ്പിൽ നടക്കാൻ വേണ്ടി കണ്ടിരിക്കുകയാണെന്ന് പറയാൻ, ഒരു വിട്ടുവീഴ്ചയില്ലാതെ പറയാൻ ദൈവം എന്നോട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തറപ്പിച്ചു പറയുന്നു, മറ്റു പലരുടെയും രക്ഷ നീയായിട്ട് മുടക്കിയാൽ അതിന് അടി വേറെ കൊള്ളേണ്ട വരും കേട്ടോ. നിന്നെ കൊണ്ടാണ് ദൈവം ചിലർക്ക് രക്ഷാപരിജ്ഞാനം വരുത്താൻ വേണ്ടി മുമ്പിൽ നടന്നത്. പുറകിൽ മുട്ടയിട്ട് നടന്ന നിന്നെ, വീട്ടിൽ തല ഉയർത്താതെ നടന്ന നിന്നെ, പഠിക്കാൻ പോയ കാലത്ത് ഒന്നുമല്ലാതെ ആയിപ്പോയ നിന്നെ എൻ്റെ കർത്താവ് ആത്മീക കാര്യത്തിൽ മുമ്പിൽ നടത്തിയത് എന്തിനാണെന്നറിയാമോ? നിനക്ക് മൈക്കും പിടിച്ച് സ്റ്റേജിൽ നിൽക്കാനല്ല, നോട്ടീസിൽ പേര് വരാനല്ല, ഏതോ സ്തോത്രം സമാജത്തിൻ്റെയോ ഏതോ കൂട്ടായ്മയുടെയോ സെക്രട്ടറിയും പ്രസിഡൻ്റായിട്ടിരിക്കാനല്ല. എൻ്റെ ദൈവം നിന്നെ മുമ്പിൽ നടത്തിയത് ചിലർക്ക് രക്ഷാപരിജ്ഞാനം കൊടുക്കാൻ. അതുകൊണ്ട് നീ ഒതുങ്ങരുത്, ചുരുങ്ങരുത്, പനമ്പ് ചുരുട്ടി വെച്ചതുപോലെ ചുരുട്ടി വെക്കരുത്. മുമ്പിൽ നടക്കണം, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ നടക്കണം, വിശുദ്ധിയോടെ നടക്കണം, പ്രമാണത്തിൽ നടക്കണം. നീ ദൈവത്തെ അറിഞ്ഞതുപോലെ നടക്കണം, ദൈവത്തെ കണ്ടതുപോലെ നടക്കണം. അപ്പോൾ പുറകെ വരുന്നവർക്ക് രക്ഷാപരിജ്ഞാനം കിട്ടും. ഇനി ഒരു കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. മുന്നടക്കുന്നവർ ഒറ്റയാന്മാരാ. കാട്ടിലെ ആനകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ ഒരൊറ്റയാൻ നടക്കും. ആ ഒറ്റയാനാണ് ദുർഘടങ്ങളുണ്ടോ, മനുഷ്യൻ കെണി ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് അവരുടെ സ്ഥിതി അനുസരിച്ച് മനസ്സിലാക്കി പുറകിൽ വരുന്ന ആനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന ഒറ്റയാന്മാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നതുപോലെ മുന്നടക്കുന്നവർ ഒരു കണക്കിന് ഒറ്റയാന്മാരാണ്. അവർ ചിലപ്പോൾ ഒറ്റപ്പെടും, അവർ ചിലപ്പോൾ തള്ളപ്പെടും, അവരെക്കുറിച്ച് വിമർശനം എന്തുമായിക്കോട്ടെ, നിങ്ങൾ മുന്നടക്കണം. അടുത്തൊരു കാര്യം ഇവിടെ പറയാം. മുന്നടക്കുന്നവരാണ് പലപ്പോഴും പ്രതിസന്ധികളെ കാണുന്നത്, പ്രശ്നങ്ങളെ കാണുന്നത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, മത്തായി 14:22 വായിച്ചു നോക്കണം. ഗദരദേശത്തിൻ്റെ ഭൂതഗ്രസ്തനെ വിടിവിക്കാൻ വേണ്ടി കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുക. കർത്താവിൻ്റെ മനസ്സിൽ കിടക്കുന്ന എല്ലാം ഒന്നും എല്ലാവരോടും പറയുകയല്ല. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, പെട്ടെന്ന് പടകെടുത്ത് എനിക്ക് മുമ്പായി പൊക്കോ. യേശുവിൻ്റെ മുമ്പായി പൊക്കോ. മുന്നടക്കുന്നവർ കേട്ടോളണം, എനിക്ക് മുമ്പായി പൊക്കോ. അതുങ്ങൾ പടകെടുത്തങ്ങ് പോയി. എൻ്റെ ദൈവമേ, ജീവിതത്തിൽ ഇന്ന് വരെ നേരിടാത്ത കടലും കാറ്റും മഴയും തിരയും തിരമാലയുമായി ഒരുപാട് സന്ധിച്ചിട്ടുള്ള, ഒരുപാട് കാര്യങ്ങളിൽ സംയുക്തമായി സഹകരിച്ചിട്ടുള്ള ഈ മുക്കുവ സഹോദരങ്ങൾ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, അവരായുസിൽ കണ്ടിട്ടില്ലാത്ത പ്രശ്നം അന്ന് കണ്ടു. മുന്നടക്കുന്നവർ ഒരുപാട് പ്രശ്നങ്ങളെ കാണും, ഒരുപാട് തിരമാലകളെ കാണും, തിരകൾ കാണും. തീരമടിയത്തില്ലെന്നുള്ള ചിന്തകൾ മനസ്സിൽ വരും. പേടിക്കണ്ട, മുന്നടക്കുന്നവർക്കൊരു പ്രത്യേക പരിചരണമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുന്നടക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കണ്ണുണ്ട്. മുന്നടക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധയുണ്ട്. അങ്ങകലെ മലയിലെവിടെയോ പ്രാർത്ഥിക്കാനിരിക്കുന്ന അരിമനാഥൻ്റെ ശ്രദ്ധ മുഴുവൻ കടലിൽ തനിക്ക് മുമ്പേ പോയിരിക്കുന്നവരുടെ മേലാ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മുന്നടക്കാൻ തയ്യാറാണോ? ചിലർക്ക് രക്ഷാപരിജ്ഞാനം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് മുന്നിൽ പോകണ്ടേ? നിങ്ങളൊരു ചൂട്ടുകറ്റയും കത്തിച്ചുകൊണ്ട് അർദ്ധരാത്രി ഒരു കൂട്ടത്തിന് മുമ്പിൽ വഴികാട്ടിയെപ്പോലെ ദൈവം കൊടുത്തിത്തന്ന ദീപശിഖ, രക്ഷയുടെ ദീപശിഖയും കയ്യിലേന്തിക്കൊണ്ട് നിങ്ങൾ മുമ്പിൽ നടക്കാമോ? തിരയും തിരമാലകളും കാറ്റും കോളും ക്ഷുദ്രജീവികളും പ്രതിയോഗികളും പ്രതിസന്ധികളും പ്രതികൂല കാറ്റുകളൊക്കെ കണ്ടെന്നു വരാം. പക്ഷേ നിങ്ങൾ മുന്നടന്നാൽ അക്കരെ ഏതോ ഭൂതഗ്രസ്തൻ, ആർക്കും വഴങ്ങാത്തവൻ, അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടാത്തവൻ, അന്ധകാരശക്തി തേരോട്ടം നടത്തുന്നവൻ, കുടിലുകെട്ടി താമസിക്കുന്നത് പോലെ ദുഷ്ടാത്മശക്തികൾ ഒന്നിച്ച് വട്ടം കൂടി വക്രിച്ച് നിർത്തിയിരിക്കുന്ന, ശവക്കോട്ടയിൽ പാർക്കുന്ന, മരണത്തിന് വിധേയപ്പെട്ട, സുബോധം നഷ്ടപ്പെട്ട പാപമംഗലമായ ലോകത്ത് പാപത്തിൻ്റെ ചങ്ങലയാൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആരെയൊക്കെ വിടുവിക്കാൻ എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, നീ മുമ്പിൽ പോണം. തൊട്ടുപുറകെ യേശു വരും. നിനക്ക് തരേണ്ട സകല സംരക്ഷണയും സ്വർഗീയ ഗവൺമെന്റ് നേരിട്ട് തരും. പറ്റുമോ? ദൈവം ചോദിക്കുന്നു, പറ്റുമോ? മുന്നടക്കാൻ ആളെ വേണം. എന്തിന്? ചിലർക്ക് രക്ഷാപരിജ്ഞാനം കൊടുക്കാൻ, ചിലരെ രക്ഷയിലേക്ക് നയിക്കാൻ. നിന്റെ വീട്ടിൽ ചിലരെ രക്ഷാപരിജ്ഞാനത്തിലേക്ക് നയിക്കാൻ നീ എന്നെ കാണിക്കുന്നേ. ഞാൻ സ്നേഹത്തോട് ചോദിക്കുക, ഇത്രയും നല്ല കർത്താവിനെ, ഇത്രയും നല്ല രക്ഷയെ, ഇത്രയും നല്ല മാർഗത്തെ അറിഞ്ഞിട്ട് ഇതിങ്ങനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു കെട്ടി ആരും അറിയാതെ ഡ്രാമ കളിച്ച് നടന്നാൽ നിന്റെ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് രക്ഷാപരിജ്ഞാനം കിട്ടുമോ? മുമ്പിൽ നടക്കുന്നവൻ തൻ്റെടിയായിരിക്കണ്ടേ, ഒറ്റയാനായിരിക്കണ്ടേ? പറ്റുമോ? യോഹന്നാനെ പോലെ മുമ്പിൽ നടക്കാൻ തയ്യാറായാൽ ഒരു കൂട്ടം ആളുകൾക്ക് രക്ഷാ പരിജ്ഞാനം യോഹന്നാൻ കൊടുക്കും, രക്ഷ യേശു കൊടുക്കും. എന്താ പറയുന്നു? നമുക്ക്
ചിലർക്ക് രക്ഷാപരിജ്ഞാനം കൊടുക്കാം. യേശു അവർക്ക് രക്ഷ കൊടുത്തോളും. നിൻ്റെ വീട്ടിലെ മുഴുവൻ ആളുകളെ നമുക്ക് രക്ഷയിലേക്ക് നയിക്കാം. ഒതുങ്ങരുത്, മറഞ്ഞിരിക്കരുത്, മാറി നിൽക്കരുത്, മുന്നടക്കാൻ തയ്യാറാകുക. ബാക്കി ദൈവം കാണിച്ചു തരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു കൂട്ടത്തെ രക്ഷാപരിജ്ഞാനത്തിലേക്ക് നയിക്കാൻ ഞങ്ങളെ മുന്നടക്കുന്നവരായി കണ്ടതിന് 1000 നന്ദി. 70 പേരെ അങ്ങീരണ്ടായിട്ട് അയച്ചപ്പോഴും അങ്ങേക്കേതൊക്കെയോ വീട്ടിലേക്ക്, അങ്ങേക്കേതൊക്കെയോ വ്യക്തികളുടെ അടുക്കിലേക്ക് ചെല്ലാനുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങേക്ക് ചെല്ലാൻ വേണ്ടി അങ്ങേക്ക് മുന്നടക്കുന്നവരായി ചിലരെ അയച്ചു. അവിടെയൊക്കെ സാത്താൻ്റെ പാളയങ്ങൾ തകർന്നു. നാഥാ, രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിഞ്ഞ, സത്യമറിഞ്ഞ ഞങ്ങൾ മുന്നടക്കേണ്ടവരാ. പലർക്കും രക്ഷാപരിജ്ഞാനം വരുത്തേണ്ടവരാ. ഞങ്ങളെ കണ്ണുകെട്ടിക്കളഞ്ഞതുപോലെ കർത്താവിനെ അറിഞ്ഞിട്ടും ആരും അറിയാതെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുന്നടക്കുന്ന ഒറ്റയാന്മാരായി മാറ്റണേ. യേശുവിൻ്റെ നാമത്തിൽ യോഹന്നാന് കിട്ടിയ കൃപ എൻ്റെ കർത്താവ് കൊടുക്കണേ. ശിക്ഷഗണത്തെ മുമ്പിലയച്ച ദൈവമേ, ഇവർക്കെതിരെ വരുന്ന കാറ്റും കോളും തിരമാലകളെയും അമർച്ച ചെയ്യണേ. ഇവരക്കരെ എത്തണേ. ചിലർ വിടുവിക്കപ്പെടണേ. ഇവരുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾ സത്യത്തിലേക്കും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്കും വരട്ടെ. ദൈവം അത് ചെയ്യും. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിലുള്ള സകലരെ ഓർക്കുന്നു. അവരെല്ലാം ഈ രക്ഷയിലേക്ക് വരട്ടെ. ഒരു കർത്താവിനെ അധികം സ്നേഹിക്കട്ടെ. അതിനവസരം ഒരുക്കണേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ. സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ.